വിന്ധ്യ, എന്താടാ? ആ കൊച്ചുപ്രേമൻ ഇവിടെ എങ്ങാനും വന്നോ? ഇല്ല. എന്തേ? നാട്ടുകാര് തല്ലാൻ ഓടിക്കുന്നിടക്കെ അവൻ എങ്ങോട്ടോ മുങ്ങി. അയ്യോ, മുങ്ങിയെങ്കി ഇനി എവിടെ പൊങ്ങും? ഞാനിവിടെ ഉണ്ട്. ചതിച്ചടാ. ഇതെന്ത് പറ്റിയടാ? ചതിച്ചടാ. എന്റെ സന്താനവർദ്ധനി ചതിച്ചു. നിന്റെ സന്താനവർദ്ധനി കഴിച്ച് ആരെങ്കിലും മരിച്ചോ? മരിച്ചതല്ലടാ, ഗർഭം ഗർഭം. ഗർഭിണിയാകാത്തവർക്ക് ഗർഭം ധരിക്കാനുള്ളതല്ലേ നിന്റെ സന്താനവർദ്ധനി? തന്നെ. പക്ഷെ ഇത് ഗർഭിണി അല്ലടാ, ഗർഭണനാ. ഗർഭണനാ? എന്റെ സന്താനവർദ്ധനി കഴിച്ച ഒരു പുരുഷന് ഗർഭലക്ഷണം. നിർത്താതെയുള്ള ഛർദിയും വയറ്റുവേദനയും ഒന്നും പറയണ്ട, അതിന്റെ റിയാക്ഷൻ ആയത്. അല്ല, എന്താ നിന്റെ വർദ്ധനി? പുകയിലെ ചാറും ശർക്കര വെള്ളവും കൂടി ഒരു മിക്സ് അല്ലേ? അത് കഴിച്ച് ആരാ ഛർദിക്കാത്തത്? തന്നെ സത്യം പറയാൻ ആരും സമ്മതിക്കണ്ടേ? അതിനു മുമ്പ് എടുത്തിട്ടൊക്കെ ചാർത്തി. അങ്ങനെ ഭാഗവരുടെ പണി പോയ പോലെ നിന്റെ പണിയും പോയി. അതെ, എന്റെ കാര്യം അങ്ങ് വിട്ടേക്ക്. എനിക്ക് ഈ പണി പോയാ ഒരു ചുക്കുമില്ല. ഏറിയാൽ ഒരു 6 മാസം. അത് കഴിഞ്ഞ എന്റെ അമേരിക്കൻ സുന്ദരിയായിട്ടുള്ള വിവാഹം നടക്കും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒറ്റ പറക്കലല്ലേ? പറക്കും. കാക്ക മലന്ന് പറക്കും. കഴിഞ്ഞ 14 വർഷമായിട്ട് ഇങ്ങോട്ട് എത്തി നോക്കാൻ തോർത്തിയാ വരാൻ പോണെന്ന് പറഞ്ഞെടുത്ത് സ്വപ്നം കണ്ട് നടക്കുന്നത്. അഥവാ വന്നാൽ തന്നെ അവളെ കൂടെ ഒരു സായിപ്പും ഉണ്ടാവും. അത് കണ്ട് മാനസ മൈനയും പാടി കെട്ടിത്തൂങ്ങിച്ചാവാൻ ഒരു കയറെടുത്ത് വെച്ചോ. പിന്നെ അവള് വരുന്നതിന് മുമ്പ് നീ ഒന്ന് വിളിച്ചു പറഞ്ഞ നിനക്ക് പറ്റിയ ഒരു ആഫ്രിക്കക്കാരെ കൂടെ അവള് കൊണ്ട് തരും. നിന്റെ കരുനാക്കൊല്ലം ഫലിച്ചാണല്ലോ. കല്യാണം, ജോലി തുടങ്ങിയ ഭാവി കാര്യങ്ങളെ കുറിച്ച് നിനക്കറിയണോ? അറിയണമെങ്കിൽ വഴിയുണ്ട്. ദേവി പ്രസാദം ലഭിച്ചൊരു ജ്യോത്സ്യനുണ്ട്. അങ്ങേര് പ്രവചിച്ചതൊന്നും ഇതുവരെ നടക്കാതിരുന്നിട്ടില്ല. പിന്നെ കൊടുക്കുമ്പോഴെല്ലാം കൂടെ ദൈവം കൊടുക്കില്ല എന്ന് പറഞ്ഞതുപോലെ അങ്ങേരെ കാര്യം. എന്ത്? ഇത്രയും വലിയ ജ്യോത്സ്യനായിരുന്നിട്ടും മദ്യം അങ്ങേർക്ക് ഒരു ദൗർബല്യമാണ്. എനിക്കൊരു ജ്യോത്സ്യനും കാണണ്ട. ആരെതിർത്താലും ശരി, ഞാൻ നീലിമയെ വിവാഹം കഴിച്ചിരിക്കും. അപ്പോ ഈ ജോത്സ്യനാരെന്ന് പറഞ്ഞില്ലല്ലോ? ജ്യോതിഷ പണ്ഡിതൻ ഭാസ്കരൻ നായർ. Hello, Bruno. Smile, please. Smile, my dear. Smile, Good. Well done. കണ്ടോടാ, ഞാൻ ചിരിക്കാൻ പറഞ്ഞപ്പോൾ ബ്രൂണോ ചിരിച്ചിരിക്കുന്നു. അതാണ് അനുസരണ. ഗുഡ്. എന്താടാ ഉജ്ജ്വല, നീ ഉജ്ജ്വലമായി ചിരിക്കുന്നത്? അല്ല, 4 ഇംഗ്ലീഷ് വാക്കുകൊണ്ട് ബ്രൂണോയെ വിറപ്പിക്കുന്ന ഒരാളുടെ ധൈര്യത്തെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അതൊക്കെ പരിശീലിപ്പിക്കുന്നതിന് ഗുണമാടാ. അല്ല മുതലാളി, ഇതുപോലത്തെ 4 ഇംഗ്ലീഷ് നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവൂലല്ലേ? ഉജ്ജ്വല, കിടത്തല്ലേ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എടാ, പട്ടിയോട് പറഞ്ഞാൽ മനസ്സിലാവും. ചില പെണ്ണുങ്ങളുണ്ടല്ലോ, അവളുമാരുടെ ഇംഗ്ലീഷ് എന്നല്ല ഏത് ഭാഷയെ പറഞ്ഞാലും തലേ കയറത്തില്ല. അതായത് ഈ പത്മാവതി ഇവനോട് എത്ര പറഞ്ഞാലും തലേ കയറത്തില്ല. പാവയ്ക്ക ജ്യൂസ് കയ്പാണ് പറഞ്ഞിട്ട് ഇവൻ വിശ്വസിക്കുന്നില്ല. നീ എങ്ങനെ പറഞ്ഞാടോ ഉജ്ജ്വല? ഏയ്, ഞാനങ്ങനെ പറഞ്ഞില്ല. പറഞ്ഞില്ലേന്ന് ചോദിച്ചാ പറഞ്ഞില്ലേ? പറഞ്ഞു. പാവയ്ക്ക ജ്യൂസിന് നല്ല മധുരമാണെന്നാണ് എന്റെ വിശ്വാസം. എന്നാ നിന്നെ കൊണ്ട് കുടിപ്പിച്ചിട്ട് തന്നെ കാര്യം. പാവയ്ക്ക നീരിന്റെ മാധുര്യം ഉജ്ജ്വലനൊന്നും അറിയട്ടെ അല്ലേ പത്മം? ഇങ്ങോട്ട് വാടാ. വേണ്ട, ഇത് കുടിച്ചേ. വേണ്ട കൊച്ചമ്മ, വേണ്ട. പാവയ്ക്ക നീര് മധുരമായാലും കയ്പായാലും മുതലാളി കുടിച്ചോട്ടെ. മുതലാളിക്ക് ഞാൻ വേറെ കൊടുത്തോളാം. നിന്നോട് കുടിക്കാനാ പറഞ്ഞത്. ഞാൻ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ നിനക്ക് ഇവിടെ ജോലിയില്ല. കേട്ടോ, പത്മാവതി പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ ഇവിടെ പണിയില്ല. കുടി. അല്ല, അത് വേണോ കൊച്ചമ്മേ? ഇത് കുടിച്ച ഉള്ള പഞ്ചാരയും കൂടെ കുറഞ്ഞ് ഞാൻ തല ചുറ്റി വീഴും. വീണോട്ടെ, ബാക്കി കാര്യം ഞങ്ങളേറ്റു. അല്ലേലും നിനക്ക് ഇത്ര പഞ്ചാര കൂടുതലാണ് നാട്ടുകാരുടെ സംസാരം. കുടിയടാ. കുടിക്കടാ. കുടിക്കാനാ പറഞ്ഞത്. എന്നിട്ട് വേണം അങ്ങേർക്ക് വേറെ ജ്യൂസ് എടുക്കാൻ. കുടിയടാ. കുടിക്കണം. അത് കൊള്ളാല്ലേ അമ്മാവാ? വാ. ശകനം കേട്ടവൻ എഴുന്നള്ളുന്നുണ്ട്. നിങ്ങളുടെ സംസാരം കേട്ട എന്റെ കൺട്രോൾ പോകും. നീ പിടിച്ചേ. നീ എന്താ വരാത്തെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം അമ്മായി? ഓ, ഇവിടെ എന്ത് വിശേഷം? ഞാൻ ഇന്നലെ നിന്നോട് വരാൻ പറഞ്ഞത് ചെറുതാണെങ്കിലും കിട്ടിയ പണി കളഞ്ഞില്ലേ? ആ കത്തനാരച്ചന്റെ കാല് പിടിച്ചെങ്കിലും ജോലി തിരികെ കയറിക്കൂടെ എന്നൊക്കെയല്ലേ അമ്മാവൻ പറയാൻ ഉദ്ദേശിച്ചത്? കത്തനാരച്ചന്റെ പണി പുല്ല് പോവാൻ പറയണ. എടാ, വലിയൊരു കാര്യം പറയാൻ വേണ്ടി നിന്നോട് വരാൻ പറഞ്ഞത്. എടാ,
നിന്റെ പെണ്ണ് വ്യാഴാഴ്ച വരുന്നെന്ന്. ആര്? ആരാടാ നിനക്കൊരു പെണ്ണുള്ളത്? ഒറ്റട്ടി എന്നാണ്ടല്ലോ. എടാ ഈ മൂവാണ്ടൻ മാവിന്റെ തുഞ്ചത്ത് ഊഞ്ഞാല് കെട്ടി ഒരു മാമ്പഴ കൊതിച്ച് ആട്ടിയ കാര്യം നീ മറന്നു പോയോടാ കഴുതേ. അതേടാ, നിന്റെ നീലിമ അമേരിക്കയിൽ നിന്നും വരുന്നു. എന്റെ മോള് അമേരിക്കയിൽ നിന്ന് വരുന്നു കേട്ടിട്ട് ഇവിടെ ഇടയ്ക്ക് എന്താ തുള്ളിച്ചാടുന്നത്? എന്താ, ഞാൻ അറിയാത്ത വല്ല ബന്ധവും നിനക്കുണ്ടായിരുന്നു? എന്താ പറഞ്ഞത്? അല്ല, നിന്റെ മോളൊന്ന് അടിവരയിട്ട് പറഞ്ഞത് കൊണ്ട് ചോദിച്ചു പോയതാ. നിങ്ങളുടെ കാര്യമല്ല പറയുന്നത്, മറ്റുള്ളവരുടെ കാര്യമാ. അതിനാരെ അവിടെ മറ്റുള്ളവര്? അവിടെ തന്തയും തള്ളയും കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇവനാ. ഇവനാണെങ്കി അവളെ കെട്ടാൻ പോകുന്നവനല്ലേ. കൊള്ളാവല്ലോ അമ്മാവനും അനന്തരനും കൂടിയുള്ള തീരുമാനം. അമ്മാവനും അനന്തരവനും കൂടി ഇപ്പോഴത്തെ തീരുമാനമല്ല പത്മാവതി. ഞാൻ എന്റെ പെങ്ങൾ സുലോനയ്ക്ക് കൊടുത്ത വാക്കാ. അവള് കണ്ണടയ്ക്കാൻ നേരത്ത് കൊടുത്ത വാക്ക്. ഓ, പണ്ടക്കാരൻ കൊടുത്ത വാക്ക്. അതിനവൾ അനുസരിച്ചിട്ട് വേണ്ടേ? അവളെ അമേരിക്കയിലെ സായിപ്പന്മാരെ കണ്ട് വളർന്നതാ, അല്ലാതെ. ആ, കല്യാണമൊക്കെ പിന്നെ നിശ്ചയിക്കാം. ആദ്യം പാവയ്ക്ക ജ്യൂസ് കുടിക്കും. എന്തിനാ പത്മാവതി പാവയ്ക്ക ജ്യൂസ്? അതിനേക്കാൾ കയ്പുണ്ടല്ലോ നിന്റെ വാക്കുകൾക്ക്. കുടിക്കും മനുഷ്യ. അമ്മായിക്ക്? അതേടാ, നിന്റെ അമ്മായിക്ക് നാവ് 4 മുഴം കൂടുതലാ, മനസ്സിൽ ഇത്തിരി വിഷവും. നീ ധൈര്യമായിട്ടിരിക്കേ. അവൾ എന്റെ മോളാ. അവൾ അമേരിക്കയിലാ വളർന്നെങ്കിലും അവളുടെ പഴയ കളിക്കൂട്ടുകാരൻ അവള് മറന്നിട്ടില്ല. അവളിങ്ങ് വന്നോട്ടറാ. വന്ന ഉടനെ നിങ്ങളുടെ കല്യാണം അമ്മാവൻ അടിച്ചു പൊളിക്കാൻ പോവാടാ മക്കളെ. കൊലപാതകത്തിന് ഇപ്പൊ സമാനം പറയേണ്ടി വന്നല്ലോ. എന്നെ കണ്ടിട്ട് നിർത്താതെ പോകാൻ തുടങ്ങിയതല്ലേ, അതുകൊണ്ടാ ഞാൻ ചാടി വീണേ. അതിന് ഞാൻ പാർവതിക്കുട്ടിയെ കണ്ടില്ലല്ലോ. അയ്യടാ, നിന്നോടല്ലേ പറഞ്ഞത്? എന്റെ ഭാഗവതർ കുട്ടനോടാ പറഞ്ഞേ. വേണ്ട, ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഭാഗവതർ കുട്ടാന്ന് വിളിക്കരുതെന്ന്. ഇനി വിളിക്കും ഭാഗവതരൂട്ട് ഭാഗവതരൂട്ട്. ഇനി അവനെ എന്ത് വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവന്റെ അമേരിക്ക കാര്യം ഉണ്ടല്ലോ, അവള് വ്യാഴാഴ്ച വരാൻ പോവാ. ഏയ്, ആ പെണ്ണെന്ന് വരാൻ പാടില്ല. അവള് വല്ല സായിപ്പിനെ കല്യാണം കഴിച്ച് അവിടെ ജീവിക്കുന്നുണ്ടാവും അല്ലേ ഇന്ത്യട്ട? അല്ല, എന്റെ നീലിമ വരുന്നുണ്ട്. ഞാൻ അവളുടെ സായിപ്പ്. നീ വണ്ടി എടുക്കടാ. വരുവിൻ, ഇത് വായിക്കുവിൻ, വാങ്ങിക്കുവിൻ, കഴിക്കുവിൻ. ബഹുജനങ്ങളെ, അമ്മമാരെ, എനിക്ക് പ്രിയപ്പെട്ട സ്ത്രീജനങ്ങളെ, വാചകമടിച്ച് വീമ്പിളക്കി നിങ്ങളെ വഴിയാധാരമാക്കുന്ന ഒരു വഴിയോര കച്ചവടക്കാരനല്ല ഞാൻ. വ്യാപകരില്ലാതെ ദേഹമലയ്ക്ക് പണിയെടുത്ത് ക്ഷീണിച്ചവശനായി വീട്ടിൽ ചെന്ന് സ്വന്തം പ്രിയതമയോട് വയ്യാ വയ്യാ എന്ന് പറയുന്ന പുരുഷന്മാർക്കുള്ളതാണ് ഈ സന്താനവർദ്ധനി. കന്യാകുമാരിയിൽ ഒരു കാർത്തിയായിനി സന്താനവർദ്ധനി കഴിച്ച് 6 മാസം കോമനായ ഒരു കുമാരന് ജന്മം നൽകിയ വിവരം നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണുമല്ലോ. ഇതിന്റെ ഉറവിടം ശ്രദ്ധിക്കൂ. 42 കൂട്ടം പച്ചമാങ്ങകളും പച്ചമരുന്നുകളും 7.5 കൂട്ടം നെയ്ശകലങ്ങളും ചില പ്രത്യേകതരം ഇഴജന്തുക്കളുടെ സത്തുക്കൾ അരച്ചു ചേർത്തുണ്ടാക്കിയതാണ് ഈ സന്താനവർദ്ധിനി. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയല്ല, പൊള്ളാച്ചി മുതൽ ചെന്നൈ വരെയല്ല, ബോംബെ മുതൽ മുംബൈ വരെയല്ല, പിന്നെയോ സിംഗപ്പൂർ, കാൺപൂർ, ജംഷഡ്പൂർ, കോലാലംപൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഞങ്ങളുടെ സന്താനവർദ്ധിനി സ്ഥാനം പിടിച്ചു. 10 വർഷമായിട്ടും പ്രസവിക്കാതിരുന്ന പൊള്ളാച്ചിക്കാരി പെണ്ണമ്മയ്ക്ക് ഒരു പെൺകുഞ്ഞിനെ സമ്മാനിക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ എന്റെ സന്താനവർദ്ധിനിക്ക് കഴിഞ്ഞ വിവരം ഞാൻ അഭിമാനപൂർവ്വം അറിയിച്ചു കൊള്ളട്ടെ. പ്രസവിക്കാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ പണിയെടുക്കുന്നത്. എന്റെ സമ്മർദ്ദിനികൾ കൊണ്ട് ഗർഭം ധരിച്ച സ്ത്രീകളുടെ കഥ ഒരുപാട് പറയാനുണ്ട് സുഹൃത്തുക്കളെ. പക്ഷെ ഞാനിവിടെ പറയുന്നില്ല, പറയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രസവിക്കാത്ത പുരുഷന്മാർക്കും ഉത്തേജനമില്ലാത്ത സ്ത്രീകൾക്കും വാങ്ങിക്കാം. ഏതാനും കുപ്പികൾ മാത്രം ബാക്കി. കുടുംബാസൂത്രണ കമ്മീഷൻ ഒരു പക്ഷേ ഇതിന്റെ ലൈസൻസ് കട്ട് ചെയ്തേക്കാം. അതിനു മുമ്പ് വാങ്ങി സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. പുറകെ നിൽക്കുന്ന വല്യച്ഛനൊന്ന് വഴിയെടുക്കൂ. ഇതാ വല്യച്ഛ, എല്ലാം മംഗളമായിരിക്കട്ടെ. ഇനി ആരാണ്? ആ, കടന്നു വരും. ഇത് കുട്ടികളെടുത്ത് കഴിക്കാതെ സൂക്ഷിക്കണം. ഇനി ആർക്കാണ് സന്താനവർദ്ധനി? ആളാരാണ്? അപ്പാപ്പഴ 5 കുപ്പിയെങ്കിലും വേണ്ടി വരും. തൽക്കാലം 1 കുപ്പി തരാം. ചേച്ചിക്ക് വേണം, തരാം. എല്ലാ സ്ത്രീകൾക്കും വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് സന്താനവർദ്ധനി. ഇന്നത്തെ കച്ചവടം തീർന്നിരിക്കുന്നു. എല്ലാവർക്കും പോകാം. എല്ലാവരും പിരിഞ്ഞു പോകണം. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടെ വെച്ച് തന്നെ കാണാം. ഭാഗ്യസിദ്ധി ലഭിക്കുന്നവർ എന്നെ അറിയിക്കാൻ മറക്കരുത്.